ഹമാസിന്റെ തടങ്കലിൽ ജീവിച്ചിരിക്കുന്ന അവസാന US പൗരനെയും വിട്ടയച്ചുവെന്ന് ഹമാസ്. 21കാരനായ ഈഡൻ അലക്സാണ്ടറിനെ റെഡ് ക്രോസിന് കൈമാറിയെന്ന് ഹമാസ് അറിയിച്ചു. US-ലെ ന്യൂജേഴ്സിയിലാണ് ഈഡൻ ജനിച്ചു വളർന്നത്. 2023-ലായിരുന്നു ഇസ്രായേൽ സൈനികനായിരുന്ന ഈഡനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസമാണ് ഈഡനെ വിട്ടയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത്. സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പെന്നായിരുന്നു US-ന്റെ പ്രതികരണം. ഇതൊരു നിർണായക ചുവടുവെപ്പായാണ് കാണുന്നതെന്നും ഹമാസിന്റെ കൈവശമുള്ള 4 US-കാരുടെ മൃതദേഹം കൂടി അവർ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും US പ്രതിനിധികൾ അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാനും ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും മൃതദേഹങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാനും US-നോടും മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമങ്ങളോടും നല്ല വിശ്വാസത്തോടെ സ്വീകരിച്ച ഒരു നടപടിയാണിത് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യൽ ട്രൂത്ത് സോഷ്യൽ പേജിൽ കുറിച്ചത്. ഇസ്രായേലി സൈനിക താവളത്തിൽ തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കെട്ടിപ്പിടിച്ച് പുഞ്ചിരിക്കുന്ന ഈഡൻ അലക്സാണ്ടറിന്റെ ചിത്രങ്ങൾ അവിടെയുള്ള ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ആരംഭിക്കാനിരിക്കെയാണ് ഹമാസ് സമാധാന വഴി തുറന്നത്. 50-ലേറെ ഇസ്രായേലി ബന്ദികൾ ഹമാസ് പിടിയിലിരിക്കെയാണ് ട്രംപിന്റെ വരവ് സമാധാന നീക്കങ്ങൾക്ക് അവസരമാക്കുന്ന പുതിയ നീക്കം. വെടിനിർത്തൽ നടപ്പിലാക്കാനും അതിർത്തികൾ തുറന്ന് സഹായ വിതരണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീക്കമെന്ന് ഹമാസ് വിശദീകരിച്ചു. സൗദി, ഖത്തർ, UAE, അറബ് രാജ്യങ്ങളിലെത്തുന്ന ട്രംപ് ഇക്കുറി ഇസ്രായേൽ സന്ദർശനം നടത്തുന്നില്ല. ഗസയിൽ വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനം ട്രംപിന്റെ സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരണമില്ല. അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപം സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ഊഴത്തിലെ ആദ്യ വിദേശ പര്യടനത്തിൽ പശ്ചിമേഷ്യയിലെത്തുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹമാസ് പിടിയിലുള്ള US ബന്ദി ഈഡൻ അലക്സാണ്ടറിനെ വിട്ടയക്കാനുള്ള തീരുമാനം ഖത്തറും ഈജിപ്തും സ്വാഗതം ചെയ്തു. ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനും തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതിനും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗസയിലേക്കുള്ള സഹായം തടസ്സങ്ങളില്ലാതെ ഉറപ്പാക്കുന്നതിനും വേണ്ടി സമാധാന ചർച്ചകളിലേക്കുള്ള ചുവടുവെപ്പായി ഹമാസിന്റെ തീരുമാനത്തെ ഇരു രാജ്യങ്ങളും കണക്കാക്കുന്നു. ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതിന്റെയും കൂടുതൽ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെയും മേഖലയിൽ സമഗ്രവും നീതിയുക്തവും സുസ്ഥിരവുമായ സമാധാനം കൈവരിക്കേണ്ടതിന്റെയും അടിയന്തര ആവശ്യകത ഇരു രാജ്യങ്ങളും ഊന്നിപ്പറഞ്ഞു. ഖത്തറും ഈജിപ്തും അമേരിക്കയുമായി സഹകരിച്ച് വെടിനിർത്തലിനും മേഖലയിലെ പ്രശ്ന പരിഹാരത്തിനായും നിരന്തരം മധ്യസ്ഥ ശ്രമങ്ങൾ തുടർന്നിരുന്നു. എന്തായാലും അവസാന ബന്ദിയെയും ഇപ്പോൾ ഹമാസ് കൈമാറിയിരിക്കുന്നു.